നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണത്തിനും കേസിനും പിന്നാലെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകളും സർക്കാരിന് കുരുക്കാകുന്നു. സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഒരു രൂപ പോലും ചെലവിടേണ്ടി വരില്ല എന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയാണ് സംഗമം നടത്തിയത്. എന്നാൽ ദേവസ്വം ബോർഡിന് 3 കോടി രൂപയിലേറെ ബാധ്യതയുണ്ടാക്കിയെന്നാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സ്ഥാപനമായ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് നടത്തിയ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സർപ്ലസ് ഫണ്ടാണ് ചെലവിട്ടത്. സ്പോൺസർഷിപ്പിലൂടെ ചെലവ് കണ്ടെത്തുമെന്ന പ്രഖ്യാപനവും നടപ്പിലായില്ല. സംഗമത്തിൻ്റെ നടത്തിപ്പ് CPM ബന്ധമുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കീഴിലുള്ള സ്ഥാപനത്തിന് ടെൻഡർ വിളിക്കാതെ നൽകിയതായും ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. സംഗമത്തിനെത്തിയ അതിഥികൾക്ക് ഭക്ഷണം നൽകിയതിൻ്റെ ചെലവിലും ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്നു. കണക്കുകൾ പരിശോധിച്ചപ്പോൾ പൊരുത്തക്കേട് ബോധ്യപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബോർഡിനോടും സർക്കാരിൻ്റെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോടും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ നടക്കാത്ത ഭക്തിഗാനമേളയുടെ പേരിൽ 8 ലക്ഷം രൂപ ചെലവിട്ടതായും കണക്കിലുണ്ട്. നന്ദഗോവിന്ദം എന്ന ഗാനമേള സംഘത്തെ പ്രോഗ്രാമിന് ക്ഷണിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. 1300 കോടി രൂപയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിന് പണം കണ്ടെത്തുകയാണ് സംഗമത്തിൻ്റെ ലക്ഷ്യമെന്ന് സർക്കാർ അവകാശപ്പെട്ടിരുന്നു. അതിന് സ്പോൺസർമാരെ കണ്ടെത്തുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ സംഗമം നടത്തിപ്പിന് പോലും സ്പോൺസർമാരെ കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. സംഗമം നടന്ന 45 ദിവസത്തിനകം വരവ് ചെലവ് കണക്കുകൾ കോടതിയെ ബോധ്യപ്പെടുത്തണമെന്ന നിർദ്ദേശവും പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. അയ്യപ്പ സംഗമത്തിൻ്റെ സംഘാടകരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവുമെല്ലാം ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും പിന്നീട് പുറത്തു വന്നിരുന്നു. 7.5 കോടി രൂപയാണ് അയ്യപ്പ സംഗമത്തിന് വേണ്ട ആകെ ചെലവായത്. ഇതിൽ 4 കോടിയോളം രൂപ സ്പോൺസർഷിപ്പിലൂടെ പിരിഞ്ഞു കിട്ടി. ബാക്കി വരുന്ന 3 കോടി 40 ലക്ഷം രൂപ ദേവസ്വം ബോർഡിൻ്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നാണ് ചെലവാക്കിയത്. ഈ പണം തിരികെ നൽകിയെന്നും ദേവസ്വം ബോർഡാണ് വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടതെന്നും വെള്ളിയാഴ്ച മാധ്യമങ്ങളെ കണ്ട മന്ത്രി VN വാസവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശന വിധി നടപ്പിലാക്കുന്നതിൻ്റെ പേരിൽ ഉയർന്ന വിവാദങ്ങളിൽ നിന്ന് തലയൂരുക എന്ന ലക്ഷ്യത്തോടെയാണ് ശബരിമല അയ്യപ്പ സംഗമം നടത്തിയത്. NSS, SNDP, KPMS തുടങ്ങി വിവിധ ഹിന്ദു സമുദായ സംഘടനാ നേതാക്കളെ വേദിയിലെത്തിക്കാൻ ശ്രമിച്ചത് സർക്കാരിൻ്റെ വിജയമായിരുന്നു. എന്നാൽ പിന്നാലെ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാറിൽ കയറ്റിയത് ആദ്യ വിവാദമായി. പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്നു. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. CPM നേതാക്കളായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരും ഉദ്യോഗസ്ഥരും കേസിൽ ജയിലിലാകുകയും ചെയ്തു. ഇതെല്ലാം സർക്കാരിന് തലവേദന സൃഷ്ടിക്കുന്നതിനിടയിലാണ് അയ്യപ്പ സംഗമ നടത്തിപ്പും വിവാദത്തിലായിരിക്കുന്നത്. ഫലത്തിൽ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ നടത്തിയ അയ്യപ്പ സംഗമം തന്നെ തിരിച്ചടിയായി മാറുകയാണ്. ഇനി ഇന്നത്തെ ദേശീയ വാർത്ത പരിശോധിക്കാം. തമിഴ്നാട്ടിൽ ബീഹാർ മോഡൽ തെരഞ്ഞെടുപ്പ് ബോണസുമായി സ്റ്റാലിൻ സർക്കാർ. സംസ്ഥാനത്തെ 1.31 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിൽ സർക്കാർ വക 5000 രൂപ എത്തി. കലൈഞ്ഞർ വിമൻസ് റൈറ്റ് സ്കീം അഥവാ കലൈഞ്ഞർ മകളിൽ ഉரிமை തുകൈ ഗുണഭോക്താക്കളായ വനിതകൾക്കാണ് പണം കിട്ടിയത്. അർഹരായ വനിതകൾക്ക് മാസം തോറും 1000 രൂപ നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി പ്രകാരമുള്ള 3 മാസത്തെ ധനസഹായത്തിൻ്റെ മുൻകൂറായി 3000 രൂപയും ഒറ്റത്തവണ പ്രത്യേക വേനൽക്കാല ആശ്വാസമായി 2000 രൂപയും ചേർന്നാണ് ഈ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുകയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് 6550 കോടി രൂപയാണ് സർക്കാർ വിതരണം ചെയ്തത്. സംസ്ഥാനത്തുടനീളമുള്ള യോഗ്യരായ കുടുംബനാഥകൾക്ക് പ്രതിമാസ സാമ്പത്തിക സഹായം നൽകുന്ന DMK സർക്കാരിൻ്റെ പ്രത്യേക ക്ഷേമ പദ്ധതികളിലൊന്നാണ് കലൈഞ്ഞർ മകളിൽ ഉரிமை തുകൈ. മാതൃകാ പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി പദ്ധതി തടസ്സപ്പെടുത്താൻ നീക്കങ്ങൾ നടത്തുന്നതായി സ്റ്റാലിൻ ആരോപിക്കുന്നുണ്ട്. അതിനാലാണ് സർക്കാർ ഫണ്ട് മുൻകൂട്ടി വിതരണം ചെയ്യാൻ തീരുമാനിച്ചതെന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിർദ്ദിഷ്ട ദ്രാവിഡ മോഡൽ 2.0 സർക്കാരിന് കീഴിൽ പദ്ധതി പ്രകാരമുള്ള പ്രതിമാസ സഹായം 1000 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി ഇരട്ടിയാക്കുമെന്നും സ്റ്റാലിൻ പറയുന്നു. മുഖ്യ പ്രതിപക്ഷമായ AIADMKയ്ക്ക് രാഷ്ട്രീയ പ്രഹരം കൂടിയാണ് സ്റ്റാലിൻ സർക്കാരിൻ്റെ നടപടി. തൻ്റെ പാർട്ടി അധികാരത്തിലെത്തിയാൽ വനിതകൾക്കുള്ള ധനസഹായം മാസം 2000 രൂപയാക്കി ഉയർത്തുമെന്നും അത് എല്ലാ റേഷൻ കാർഡ് ഉടമകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി വാഗ്ദാനം ചെയ്തിരുന്നു. പദ്ധതി തങ്ങൾക്ക് തന്നെ നേരത്തെ നടപ്പിലാക്കാനാവുന്നതേ ഉള്ളൂ എന്ന സന്ദേശം നൽകുക കൂടിയാണ് സ്റ്റാലിൻ സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്ത പരിശോധിക്കാം. ഐക്യരാഷ്ട്രസഭ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് UN ജനറൽ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവർത്തിക്കുകയാണ്. 130ഓളം രാജ്യങ്ങൾ ഇതുവരെ വാർഷിക ഫീസ് കുടിശ്ശിക അടച്ചിട്ടില്ല. അമേരിക്ക നൽകാനുള്ളത് $400 കോടി. US വിഹിതം കിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് അന്റോണിയോ ഗുട്ടറസ് ചൂണ്ടിക്കാണിക്കുന്നത്. യുഎന്നിൻ്റെ സാമ്പത്തിക ചട്ടങ്ങളിൽ മാറ്റം വരുത്തുകയോ 193 അംഗരാജ്യങ്ങളും കുടിശ്ശിക കൃത്യമായി അടയ്ക്കുകയോ ചെയ്തില്ലെങ്കിൽ
സംഘടന സാമ്പത്തിക പ്രതിസന്ധി നേരിടുമെന്ന് കഴിഞ്ഞ ആഴ്ചയും ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ പ്രസ്താവന. UN-ൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി അമേരിക്ക $219.6 കോടി നൽകാനുണ്ട്. ഇതിൽ $76.7 കോടി ഈ വർഷം മാത്രം അടയ്ക്കേണ്ടതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സമാധാന ദൗത്യങ്ങൾക്കായി $180 കോടി വേറെയും നൽകാനുണ്ട്. ഈ തുക വരും ദിവസങ്ങളിൽ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. നിലവിൽ അമേരിക്ക നൽകാനുള്ള കുടിശ്ശിക എപ്പോൾ ലഭിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണെന്നാണ് UN വക്താക്കൾ അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ട്രംപ് വ്യക്തത വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് UN.